ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ അമ്മയെയും കുഞ്ഞിനെയും നഷ്ടപ്പെടുകയും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്ത അനിൽകുമാറിനൊപ്പമാണ് ഞങ്ങളുടെ വയനാട് റിപ്പോർട്ടർ സുർജിത്ത് ഉള്ളത്. അനിൽകുമാറിനെ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശ്വസിപ്പിച്ച കാര്യം പ്രേക്ഷകർ ഓർമ്മിക്കുക. ദുരന്തത്തിൻ്റെ മണിക്കൂറുകൾക്ക് മുമ്പ് 24 വാർത്താ സംഘത്തിനൊപ്പം ചൂരൽമലയിൽ നിന്ന് പുഞ്ചിരിമട്ടത്തേക്ക് സഞ്ചരിച്ച ജീപ്പ് ഓടിച്ചിരുന്നത് ഈ അനിൽകുമാറായിരുന്നു. ഈ നല്ല ഓർമ്മകൾ നമ്മുടെ മനസ്സിലുണ്ട്. സുർജിത്ത് അയ്യപ്പത്ത് കൽപ്പറ്റയിൽ നിന്നും തത്സമയം ചേരുകയാണ്. സുർജിത്ത്, ഗുഡ് മോർണിംഗ്. സുർജിത്ത്, യഥാർത്ഥത്തിൽ ഈ ലെവൽ 3-ൽ ഉൾപ്പെടുത്തി നമുക്ക് അതിതീവ്ര ദുരന്തമുണ്ടായ സ്ഥലം എന്ന രീതിയിൽ ഈ ദുരന്തത്തിന് സഹായധനം ഇന്ന് വൈകുന്നേരം തന്നെ പ്രഖ്യാപിക്കപ്പെടും. നമുക്ക് തീർച്ചയായിട്ടും വിശ്വസിക്കാം. അമിത്ഷായുടെ വാക്കുകളെ നമ്മൾ അവിശ്വസിക്കേണ്ട കാര്യമില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് താങ്കൾക്ക് പറയാനുള്ള സ്റ്റോറി മറ്റൊന്നായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പറയൂ. SKN, ഞാൻ ഇവിടുത്തെ മനുഷ്യരിലേക്കാണ് ഇറങ്ങുന്നത്. എന്തായാലും ഈ ദുരന്തത്തെ തുടർന്ന് പലരും ചിതറിക്കിടക്കുകയായിരുന്നു. ഏറ്റവും എഫക്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്കിടയിലാണ് നമ്മളുള്ളത്. അതിൽ ഈ ദുരന്തത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതീകമായ അനിൽകുമാർ നമ്മോടൊപ്പം ഉണ്ട്. സമാനതകളില്ലാത്ത പ്രതിഷേധവും സമരവുമാണ് ഇപ്പോൾ ഈ കേന്ദ്രം അവഗണിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് ഈ വയനാട് ജില്ലയിൽ കണ്ടത്. LDF-ഉം UDF-ഉം ഒരുപോലെ ശക്തമായ പ്രതിഷേധം, കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് മാർച്ചുകൾ, ഹർത്താലുകൾ, അങ്ങനെ വലിയ രീതിയിലുള്ള പ്രതിഷേധം കണ്ടു. എന്തായാലും അതിൻ്റെ എല്ലാം തന്നെ പരിണിത ഫലം, ഗുണഫലം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് വയനാട്ടുകാരെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഈ ദുരന്തത്തിൽ അകപ്പെട്ട ആളുകളെ സംബന്ധിച്ച്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതീകമാണ് ഈ അനിൽകുമാർ എന്ന് പറയുന്ന ഇദ്ദേഹത്തിന് നേരത്തെയൊക്കെ ഇവിടെ വരുമ്പോൾ എല്ലാം തന്നെ കിടക്കുന്ന അവസ്ഥയാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് ഇരിക്കാൻ കഴിയുന്നു എന്നുള്ളത് ആശ്വാസകരം. അനിൽകുമാർ, എങ്ങനെയുണ്ട് ഒരു ആരോഗ്യാവസ്ഥ? എങ്ങനെയുണ്ട് ഇപ്പോൾ? കുഴപ്പമില്ല. ഇരിക്കാനും കുറച്ച് കിടക്കാനൊക്കെയാണ് കുറച്ച് പാട്. ബെൽറ്റ് ഇട്ടിട്ടുണ്ട്. ബെൽറ്റിലാണ് ഇപ്പോൾ നടക്കാനിരിക്കുന്നത്. ഇപ്പം നമ്മളെ കാര്യം നമ്മൾ തന്നെ നോക്കേണ്ട അവസ്ഥയാണ്. ഇപ്പോൾ എന്ത് ഡോക്യുമെൻറ്റ്സ് ചെയ്യാനിപ്പോൾ നമ്മൾ തന്നെ പോകണം. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ എല്ലാവരും ചെതറി കിടക്കുന്ന ഒരു ഇതിലാണ് നിൽക്കുന്നത്. എത്ര കാലം വരെ നമുക്ക് ഇതുപോലെ നിൽക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഇപ്പോൾ കേന്ദ്ര സർക്കാരാകട്ടെ കേരള സർക്കാരാകട്ടെ 4 മാസം കഴിഞ്ഞിപ്പോൾ 4 മാസം കഴിഞ്ഞിട്ടൊന്നും തീരുമാനിച്ചിട്ടില്ല. ബാങ്കുകളായിക്കോട്ടെ എല്ലാം നമ്മൾ തന്നെ നേരിടേണ്ട അവസ്ഥ. ഈ നമ്മളെ പോലുള്ളവർ എന്ത് ചെയ്യുമെന്നാണ് പറയാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പ്രധാനമന്ത്രി എത്തിയപ്പോൾ നേരിട്ട് കണ്ട ഒരാളാണ്. അവിടെ അരുണും ഒപ്പം തന്നെ താങ്കൾ ഉൾപ്പെടെയുള്ളവരെ നേരിട്ട് കണ്ട് സംസാരിച്ച ഒരു അനുഭവം കൂടി ഉണ്ടായിട്ടുണ്ടല്ലോ. അതെ, ആ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അന്ന് വന്ന് ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സമയത്ത് വന്ന് കണ്ട് കൈതാങ്ങി തന്നിരുന്നു. ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതൊന്ന് എന്താവുമെന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ സർക്കാരിൻ്റെ ഒരു ഭാഗത്തുള്ള ഒരു പോരായ്മേൻ്റെ ഇതിലായിരിക്കും ഒന്ന് കൂട്ടുന്നത്. ഞാൻ എന്നെപ്പോലുള്ളവരും ഇപ്പോൾ നാട്ടിലെല്ലാവരും ചെതറി നിൽക്കുകയാണ്. ഇപ്പോൾ എവിടേക്കൊക്കെയാണെന്ന് അറിയില്ല. എത്ര കാലം വരെ ഇവർ ഈ വാടകൻ്റെ തന്നെ നിൽക്കാൻ പറ്റും? മറ്റ് നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളും ഇതുപോലെ ചെതറി ജീവിക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. അതെ, എത്ര കാലം എന്നൊന്നും അറിയില്ല. എവിടേക്കാണെന്ന് അറിയുന്നില്ല. ഈ ഇലക്ഷൻ്റെ ടൈമിന് പോയപ്പോഴാണ് ഓരോരുത്തരെ കാണാൻ പറ്റുന്നത്. പുറത്തിറങ്ങുമ്പോൾ ഓരോരുത്തരെ കാണാൻ പറ്റണം. അപ്പോഴാണ് അറിയുന്നത് അവർ അനുഭവിക്കുന്ന വേദനയും കാര്യങ്ങളും. ഈ പോയവർക്ക് അതിൻ്റെ ഒരു വേദന അറിയുന്നുള്ളൂ. കേന്ദ്ര സർക്കാർ സഹായിക്കും എന്നുള്ള പ്രതീക്ഷയാണോ നിങ്ങൾക്കുള്ളത്? ആ പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ തന്നിട്ടായിരുന്നു ഇവരെല്ലാവരും പോയത്. പ്രൈം മിനിസ്റ്റർ എല്ലാം പോയത് അതുകൊണ്ടായിരുന്നു. ആ ഒരു പ്രതീക്ഷയിലാണ് എല്ലാവരും നിൽക്കുന്നത്. എന്തായാലും SKN, അനിൽകുമാർ പറയുന്നത് ഈ ചൂരൽമലക്കാരുടെയും മുണ്ടക്കൈക്കാരുടെയും പ്രതീക്ഷ തന്നെയാണ് അനിൽകുമാർ പങ്കുവെക്കുന്നത്. ഇന്ന് LDF-ന്റെ പ്രതിഷേധം ഇന്ന് കൽപ്പറ്റയിലുമുണ്ട്. കൽപ്പറ്റയിലുള്ളത് അഹമ്മദ് എർക്കോലാണ് ഈ പ്രതിഷേധത്തിൻ്റെ LDF പ്രതിഷേധത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ഒപ്പം തന്നെ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ M സ്വരാജും ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം നടക്കുന്നു. പക്ഷേ അനുഭാവപൂർവ്വം പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് ഈ വയനാട്ടിലെ ദുരന്തത്തിൽ അകപ്പെട്ട ആളുകൾ. SKN. ഓക്കെ, താങ്ക് യു. സുർജിത്ത് അയ്യപ്പത്താണ് കൽപ്പറ്റയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. വിജയൻ പറയുന്നു, ഇന്നത്തെ സുഭാഷിതം അതിമനോഹരം. SKN, ചെറിയൊരു കാര്യത്തിലൂടെ വലിയൊരു സന്ദേശം. ഇങ്ങനെയുള്ള ആൾക്കാർ ഒരുപാടുണ്ട്. എത്രയോ കേസുകൾ കേരള കോടതിയിൽ നിന്ന് ഒഴിവാകുമെന്ന് അറിയാമോ? EO പിടിച്ചിട്ട് ആൾക്കാർ അവനെ ഞാനൊരു പാഠം പഠിപ്പിക്കും എന്ന് പറഞ്ഞു മരണം വരെ പോരാടും. ഉള്ള പണവും വസ്തുക്കളും ഒക്കെ എഴുതി വിറ്റ ഒരു കേസ് പറയും. ഞങ്ങളുടെ നാട്ടിൽ നല്ല സുന്ദരക്കുട്ടപ്പനായ ഒരു അച്ചായനുണ്ടായിരുന്നു. നല്ല തലമുതിർന്ന ഒരാളാണ്. അപ്പോൾ അച്ചായൻ ഒരു ഗ്രാമത്തിലാണ്, കൊട്ടാരക്കര താലൂക്കിലെ ചക്കൂരിക്കൽ എന്നൊരു ഗ്രാമത്തിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. അപ്പോൾ മരിച്ചുപോയി അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഒരിക്കലും അദ്ദേഹം അറിയുന്നു അദ്ദേഹത്തിന് R. ബാലകൃഷ്ണനോട് ശത്രുവായിരുന്നു അദ്ദേഹം. അപ്പോൾ ഈ ബാലകൃഷ്ണനുള്ള സാറിനോട് യുദ്ധം ചെയ്യാനുള്ള ഒരവസരവും അദ്ദേഹം പാഴാക്കത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അറിയുന്നത് ബാലകൃഷ്ണ സാർ ട്രാൻസ്പോർട്ട് മന്ത്രിയായിരിക്കും. ഈ ചക്കൂരിക്കൽ വഴി ഒരു ബസ് വരുന്നു. അദ്ദേഹം ഉടനെ പ്രഖ്യാപിച്ചു, അവൻ്റെ വണ്ടി ഞാൻ കയറത്തില്ല എന്ന് പറഞ്ഞു. ഈ മരിക്കുന്നത് വരെയും 6.5 കിലോമീറ്റർ ഈ വണ്ടിയിൽ കയറാതെ, എന്നുവെച്ചാൽ സർക്കാരിൻ്റെ KSRTC വണ്ടിയിൽ കയറാതെ നടന്നുപോയി. അതാണ് കാര്യം. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 15 മിനിറ്റും 24 സെക്കൻഡും. അങ്ങനെയൊക്കെയുള്ള മനുഷ്യർ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഈഗോ കളയാൻ നമ്മളെ അറിയാം. നിലക്കണ്ണാടി നോക്കുകയും നമ്മളെന്താണെന്ന് മനസ്സിലാവുകയും ചെയ്താൽ നമുക്ക് മാപ്പ് പറയാൻ പറ്റും. മാപ്പ് പറയണമെങ്കിൽ ഒരു മഹാമനസ്കതയ്ക്കപ്പുറം നമ്മളിലൊരു ആത്മവിശ്വാസം വേണം. ആ സെൽഫ് കോൺഫിഡൻസ്,
അത് നമ്മൾ വളർത്തിയെടുക്കണം. ആ ആത്മവിശ്വാസം ഇല്ലാത്തവൻ്റെ കലയാണ് ഈഗോ എന്ന് പറയുന്നത്.